ഹായ്, എൻ്റെ പേര് ടി ജെ എബ്രഹാം. ഞാൻ ട്രിവാൻഡ്രം ഐലേൺ IAS അക്കാഡമിയുടെ GS പേപ്പർ 4 എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് പേപ്പറിൻ്റെ ഫാക്കൽറ്റിയാണ്. നമ്മുടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ 2023യുടെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് നോക്കിയാൽ റാങ്ക് ലിസ്റ്റിൽ കയറിയ ആൾക്കാരുടെ GS പേപ്പർ 4ൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ അത് GS1, GS2, GS3 നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ GS പേപ്പർ 4 നോക്കിയാൽ മെജോറിറ്റി ആൾക്കാരുടെ മാർക്ക് ഇൻ ദ റേഞ്ച് ഓഫ് 110 to 120 ആണ്. എന്നാൽ ഹയസ്റ്റ് മാർക്സ് 143 വന്നിട്ടുണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണും. അതായത് റാങ്ക് ലിസ്റ്റിൽ കയറിയവരുടെ ആവറേജ് മാർക്സിൽ നിന്നും ഒത്തിരി ഹൈ ആണ് ടോപ്പ് മാർക്സ്. ആ ടോപ്പ് മാർക്സ് അവരുടെ റാങ്ക് കൂടുന്നതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ വർഷത്തെ ട്രെൻഡ് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിയാൽ GS പേപ്പർ 4 ഇത് കാണാം. ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ ആൻസർ പ്രസൻറ്റ് ചെയ്താലാണ് GS പേപ്പർ 4ന് നമുക്ക് മാർക്സ് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇപ്പം ലെറ്റ്സ് ഗോ ടു ലൈക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ 2023 ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയത് ആദിത്യ ശ്രീവാസ്തവയാണ്. ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് എത്തിക്സിൽ ഹയസ്റ്റ് മാർക്സ് വന്നത്. ഹയസ്റ്റ് മാർക്സ് 143 ആണ്. 143 എന്ന് പറഞ്ഞാൽ ഏകദേശം 57% ആണ് മാർക്സ് വരിക. ഇനി നമ്മളിതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ആ 143 കിട്ടണമെങ്കിൽ സെക്ഷൻ എ 13 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ എയിലെ 13 ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും 5 മാർക്സും, സെക്ഷൻ ബി കേസ് സ്റ്റഡിയിൽ ഓരോന്നിനും 6 ക്വസ്റ്റ്യൻസിന് 13 മാർക്സ് കിട്ടിയാൽ 143 ആവും. ഇവിടെ നമ്മൾ ഹയസ്റ്റ് മാർക്സ് 5ഉം ഇവിടെ നമ്മൾ ഹയസ്റ്റ് മാർക്സ് കൊടുത്തത് 13ഉം ആണ്. ഓക്കെ, അപ്പം എല്ലാത്തിനും ഫുൾ മാർക്സ് കിട്ടിയാലാവും എന്ത് ചെയ്യുക, 143 മാർക്സ് വരിക. മോസ്റ്റ് പ്രോബബ്ലി 5ഉം 13ഉം ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത് UPSC കൊടുത്ത ഹയസ്റ്റ് മാർക്സ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മളൊരു ലൈക്ലി പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സെക്ഷൻ എയിൽ ഔട്ട് ഓഫ് 10ൽ UPSC കൊടുക്കുന്ന ഹയസ്റ്റ് മാർക്സ് 6ഉം സെക്ഷൻ ബിയിൽ UPSC കൊടുക്കുന്ന ഹയസ്റ്റ് മാർക്സ് 12ഉം ആവും. സോ ഇറ്റ് വുഡ് ബി 6 ഔട്ട് ഓഫ് 10 ആൻഡ് 12 ഔട്ട് ഓഫ് 20. അപ്പോൾ റഫ്ലി 60% ആയിരിക്കും എന്ത് ചെയ്യുക, മാക്സിമം കൊടുക്കുക. നമുക്ക് നോക്കണ്ടേന്ന് വെച്ചാൽ ഈ 6 മാർക്സ് സെക്ഷൻ എക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ ആൻസർ എഴുതിയാലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കുറേ എക്സാമ്പിൾസും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു ഐഡിയൽ ആൻസറിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ഒരു നോർമലി നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഉണ്ട്. ഓക്കെ, ഈ എല്ലാ ആൻസറിലും കൺക്ലൂഷൻ എന്തല്ല, നിർബന്ധമല്ല. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരുന്ന വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരു UPSC ഒരു എത്തിക്സ് GS 4 ആൻസറിന് നമുക്ക് ഒരു 150 വേർഡ്സ് ആണ് എന്ത് നമ്മുടെ വേർഡ് ലിമിറ്റ് വരിക. അപ്പം ഇൻട്രഡക്ഷൻ, ബോഡി, കൺക്ലൂഷനിലാണ് നമുക്ക് ഈ 150 വേർഡ്സ് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനി നമ്മൾ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഇവാലുവേറ്റ് ചെയ്താൽ എല്ലാം 150 വേർഡ്സ് അല്ല, ഒരു 180 വേർഡ്സ് വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പോകാറുണ്ട്. ഇനി എത്തിക്സിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഉള്ള ഒരു മേജർ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ദ സ്പ്രെഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഡെപ്ത്. അതായത് ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് പല ഡയമെൻഷൻസും ഐഡിയാസും എന്ത് ചെയ്യുക നമ്മുടെ ആൻസറിൽ വരിക. ഓക്കെ, അതുപോലെ തന്നെ എത്തിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് കൊണ്ടുവന്നാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഓരോ ഐഡിയാസും നമ്മൾ എന്ത് ചെയ്യണം, പെർഫെക്റ്റ്ലി വാലിഡേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിളിലൂടെയോ ഒരു കേസിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് രണ്ടും കൺസിഡർ ചെയ്യുമ്പം നമ്മുടെ ആൻസറിൽ ഒരു ഇൻട്രഡക്ഷൻ വേണം, നമ്മുടെ ആൻസറിൽ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സ്പ്രെഡ് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം, ഒരു കൺക്ലൂഷനും വേണം. ഓക്കെ, അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ അതൊരു 25 to 30 വേർഡ്സിൽ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കണം, നമ്മൾ എഴുതാൻ വേണ്ടി നോക്കണം. ആൻസറിൽ ഒരു മിനിമം ഒരു 4 ഡയമെൻഷൻ എങ്കിലും എന്ത് ചെയ്യണം, കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. ഐഡിയലി എന്ത് ചെയ്യാൻ വേണ്ടി നോക്കണം, ഒരു 5 ഡയമെൻഷൻസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. ആ ഓരോ ഡയമെൻഷൻസും വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു റിയൽ ലൈഫ്, അതായത് ഈയിടെ നടന്ന കഴിഞ്ഞ ഒരു 1.5 years നടന്ന കറണ്ട് അഫയേഴ്സിൽ നിന്നോ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഇവന്റിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരും വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഡയമെൻഷൻ ഇൻ അറൌണ്ട് ഡയമെൻഷൻ പ്ലസ് ഒരു എക്സാമ്പിൾ വാലിഡേഷൻ ഇൻ ദ റേഞ്ച് ഓഫ് 20 to 25 വേർഡ്സ്. അങ്ങനെ ഒരു 4 ഡയമെൻഷൻസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. 5 ഡയമെൻഷൻ ആണെങ്കിൽ ദ ബെറ്റർ.
കൺക്ലൂഷനിൽ എന്ത് ചെയ്യാം, ഒരു വേ ഫോർവേഡ് അങ്ങനെ ഒരു രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ഒരു 25 വേർഡ്സിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മളൊരു സ്ട്രക്ചർ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം, അതായത് ഇപ്പം UPSC ഒരു കറക്ഷൻ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഒരു സ്പെഷ്യലിസ്റ്റ് സബ്ജക്റ്റ് അല്ല, ഒരു ജനറലിസ്റ്റ് സബ്ജക്റ്റ് ആണ്. സോ മോസ്റ്റ് പ്രോബബ്ലി ഒരു ഐഡിയക്ക് ഒരു ഹാഫ് മാർക്ക് എന്ന രീതിയിലാവും എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത. ആ ഐഡിയ പ്രോപ്പർലി വാലിഡേറ്റഡ് ആണെങ്കിൽ ഒരു മാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രഡക്ഷൻ ഒരു ഹാഫ് മാർക്ക്, a dimension that is suitable to address the core demand of the question if it is validated half plus half 1 mark. അങ്ങനെ ഒരു 5 ഡയമെൻഷൻ ഒരു കൺക്ലൂഷനിൽ വരുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും, 6 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പം എത്തിക്സിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മുടെ ആൻസറിൽ മൾട്ടിപ്പിൾ ഡയമെൻഷൻസും ആ ഓരോ ഡയമെൻഷൻസും പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ആ ഒരു ഷോർട്ട് എക്സാം ഹാളിൽ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഡയമെൻഷൻസും പെർസ്പെക്റ്റീവ്സും പെട്ടെന്ന് ആലോചിച്ചെടുക്കുകയും അത് നമ്മുടെ ആൻസറിൽ പ്രോപ്പർലി വാലിഡേറ്റഡ് ആയിട്ട് എഴുതിയാൽ നമ്മുടെ മാർക്സ് എന്ത് ചെയ്യും, നമുക്ക് കൂടും. ഓക്കെ, സോ അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ ബെഞ്ച് മാർക്ക് അതാണ്. വരും വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സാമ്പിൾ എക്സാമ്പിൾസ് കാണാം, എങ്ങനെയാണ് ഒരു ഐഡിയൽ ആൻസറും ഒരു മീഡിയോക്കർ ആൻസറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. പിന്നെ നമുക്കൊരു ഫ്രെയിം വർക്ക് തിങ്കിങ്, അതായത് എങ്ങനെ ആലോചിച്ചാലാണ്, ഏത് ഫ്രെയിം വർക്കിലൂടെ ആലോചിച്ചാലാണ് മൾട്ടിപ്പിൾ പോയിന്റ്സ് ആൻഡ് ഡയമെൻഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതൊക്കെ കമ്മിങ് വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. See you in the next video. Come and join iLearn IAS and feel the difference.